പ്രിയപ്പെട്ട ധ്യാന പ്രസംഗകരെ, വാത്സല്യമുള്ള മാതാപിതാക്കളെ, കുട്ടികളെ, നമ്മളുടെ രൂപതയുടെ ഗ്രാൻഡ് മിഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ വചന പ്രഘോഷണ സന്ധിയിൽ ആയിരിക്കുകയാണല്ലോ. ഒന്ന് രണ്ട് നിമിഷങ്ങൾ തിരുവചനത്തെക്കുറിച്ച് നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കുകയാണ്. ഞാൻ പ്രധാനമായിട്ടും ഈ ധ്യാനാവസരങ്ങളിൽ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറിൻ്റെ മരണം, ഉയിർപ്പ് തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിലെ ഒന്ന് രണ്ട് തിരുവചനങ്ങളാണ് ഓരോ സ്ഥലത്തും ഞാൻ പങ്കുവയ്ക്കുന്നത്. അത് നമ്മളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഘോഷണ ടെക്സ്റ്റ് പോലെയുള്ള തിരുവചനങ്ങളാണ്. ആദിമസഭ വിശ്വാസത്തിൽ ജനങ്ങളെ ഉറപ്പിക്കുന്നതിന് വേണ്ടി എപ്പോഴും ഉപയോഗിച്ചിരുന്ന തിരുവചനവും ഈ ലാസറിൻ്റെ മരണം എന്ന അധ്യായം തന്നെയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 7 അടയാളങ്ങളിൽ അല്ലെങ്കിൽ 7 അത്ഭുതങ്ങളിൽ ഏറ്റവും അവസാനത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒന്നാണല്ലോ ലാസറിനെ കുറിച്ചുള്ളത്. അവിടെ ലാസറിൻ്റെ മരണം വളരെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന ഒരു ചിന്താവിഷയം ആക്കുകയാണ്. നമുക്കതിൻ്റെ പശ്ചാത്തലമൊക്കെ അറിയാവുന്നതാണ്. അദ്ദേഹം രോഗിയായി കിടക്കുന്നു, അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ ആ സഹോദരന്മാർ അവൻ്റെ അടുക്കിലേക്ക് പോയി. ആ കുടുംബത്തിൻ്റെ പരിചയക്കാരായ യഹൂദന്മാര് കർത്താവിൻ്റെ പക്കൽ ചെന്ന് പറഞ്ഞു, അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയാണ്. അതൊരു പ്രത്യേക തരത്തിലുള്ള പറച്ചിലാണല്ലോ. പ്രാർത്ഥന ആവശ്യപ്പെട്ടില്ല, രോഗശാന്തി ആവശ്യപ്പെട്ടില്ല, ഒരു ഇൻഫർമേഷൻ, ഒരു അറിയിപ്പ് കൊടുക്കുകയാണ്. നമ്മളും ചിലപ്പോൾ അങ്ങനെ പറയാറുണ്ടല്ലോ, വെറുതെ ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, വരാൻ വേണ്ടി പറഞ്ഞതല്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും തരാൻ വേണ്ടി പറഞ്ഞതല്ല, ഒന്ന് അറിവിലേക്ക് വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഒരു അറിയിപ്പ് സംഘം ഈശോയുടെ അടുക്കൽ ചെന്നു. ഈശോ അതിനോട് കാര്യമായിട്ട് ഒന്നും പ്രതികരിച്ചില്ല. 2 ദിവസം കൂടെ അവിടെ ചുറ്റിപ്പറ്റി ഇരുന്നു. ലാസറിന്റെ വീട്ടിൽ പോയില്ല. പിന്നീട് 4-ാം ദിവസത്തിൽ അവിടേക്ക് പോകുന്ന ആ പശ്ചാത്തലമാണല്ലോ നമ്മൾ ആദ്യ ഭാഗത്ത് കാണുന്നത്. അവിടെ പോകാൻ തുടങ്ങിയപ്പോൾ ശിഷ്യന്മാര് കർത്താവിനെ എതിർത്തു പോകുന്നതിനെ കുറിച്ച്. അപ്പോൾ ഈശോ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേൾക്കുന്നത് നല്ലതാണ്. പകലിന് 12 മണിക്കൂറുകളില്ലേ, പകൽ നടക്കുന്നവൻ തട്ടി വീഴുന്നില്ല, രാത്രിയിൽ നടക്കുന്നവൻ തട്ടി വീഴുന്നു, കാരണം അവന് പ്രകാശമില്ല. ഇത് പറഞ്ഞ ശേഷം ഈശോ തുടർന്നു, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, അവനെ ഉണർത്താൻ ഞാൻ പോവുകയാണ്. 12 മണിക്കൂറുകളുടെ ബലത്തിലാണ് ക്രൈസ്തവ സഭകൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. സഭയുടെ പിതാക്കന്മാര് ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുന്ന ആ തിരുവചനം, പകല് ഈശോയാണ്, സ്പിരിച്വൽ ഡേ, പ്രകാശമുള്ള ദിവസം എന്ന് വേദപുസ്തകത്തിലും ക്രൈസ്തവ പാരമ്പര്യത്തിലും നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈശോയെ കുറിച്ചാണ്. ഈശോയാണ് പകല്, ഈശോയാണ് വെളിച്ചം. ഈശോയെ ചിന്തിച്ച് നടക്കുമ്പോൾ നമ്മൾ വീഴുന്നില്ല, നമ്മൾ മറിയുന്നില്ല, നമുക്ക് വഴി തെറ്റുന്നില്ല, നമ്മൾ ഋജുവായ പാതയിലൂടെ പോവുകയാണ്. നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകും. ആ പകലിന്, ആ പ്രകാശത്തിന് 12 മണിക്കൂറുകളുണ്ട്. ആ 12 മണിക്കൂറുകൾ 12 സ്ലീഹന്മാരാണ്. പകലിന് 12 മണിക്കൂറുകളില്ലേ? ഈശോ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് വഴി തെറ്റാതിരിക്കാൻ കർത്താവും കർത്താവിൻ്റെ ശിഷ്യന്മാരും ഭാവിയിൽ ഉണ്ടല്ലോ.
അതിനെക്കുറിച്ചാണ് നിങ്ങൾ പ്രസംഗിക്കേണ്ടത്. അവരുടെ സ്വരമാണ് സഭയെ കേൾപ്പിക്കേണ്ടത്. ഈശോയുടെ സ്വരമാണ് നമ്മൾ ഈ ഗ്രാൻഡ് മിഷനിൽ കേൾപ്പിക്കുന്നത്. 12 ശ്ലീഹന്മാരുടെ സ്വരമാണ് നമ്മൾ കേൾപ്പിക്കുന്നത്. അവരെ നമ്മൾ കേൾക്കുമ്പോൾ ഈശോയെ തന്നെയാണ് കേൾക്കുന്നത്. അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ പഠിക്കുകയാണ്. ഈ അത്ഭുതത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ മർത്തായോട് ഈശോ പറയുന്നുണ്ടല്ലോ, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ കാണാൻ പോകുന്നത് ലാസറിന്റെ ദുർഗന്ധം വമിക്കുന്ന ശരീരമാണ്. അതാണ് പ്രബോധനം. വിശ്വസിച്ചാൽ നീ കാണുന്നത് ദൈവത്തിന്റെ മഹത്വമാണ്. നീ വിശ്വസിച്ചാൽ, അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മർത്തായുടെ വിശ്വാസത്തിന്റെ ആഴത്തിലാണ് ഈശോ ലാസറിനെ ഉയർപ്പിക്കുന്നത്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇല്ലെങ്കിൽ എല്ലാവരും കാണുന്നത് പോലെ ഒരു ശവപ്പെട്ടിയും അതിൽ ചീഞ്ഞു തുടങ്ങിയ മൃതശരീരവും. അതിനു മുമ്പുള്ള അവസരത്തിലും കർത്താവ് അതാണല്ലോ ചെയ്യുന്നത്. 3 അവസരങ്ങളിൽ ഒരു കുട്ടി മരിച്ച് വീട്ടിൽ കിടക്കുന്നു, മരണം ഉറപ്പാക്കി സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ച് കാണുന്നു, അടക്കിക്കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് കാണുന്നു. അത് മനുഷ്യന്റെ ആധ്യാത്മിക ജീവിതത്തിലെ 3 വഴി പിഴകളാണ് അവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. മരിച്ചവരെ പോലെ മരിച്ചു കിടക്കുന്ന കുട്ടി, പക്ഷെ വീട്ടിലാണ്. അവരെ വീട് ഉപേക്ഷിച്ചിട്ടില്ല, ആ വ്യക്തിയെ ശവമായിട്ട് കരുതിയിട്ടില്ല, വീട്ടിൽ തന്നെയാണ്. മറ്റേ കുട്ടി മരിച്ചു, ശിവചേരിയിലേക്ക് കൊണ്ടുപോവുകയാണ്, ലാസർ അടക്കപ്പെടുകയും ചെയ്തു. ഇതൊക്കെ നമ്മൾ കർത്താവിന്റെ ശക്തി നമ്മൾ കാണണമെങ്കിൽ നമ്മൾ വിശ്വസിക്കണം. നീ വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ മഹത്വം കാണും. അത് പറഞ്ഞ് ശിഷ്യന്മാരോട് ഈശോ വീണ്ടും പറഞ്ഞു, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, അവനെ ഉണർത്താൻ ഞാൻ പോകുന്നു. അപ്പോൾ ശിഷ്യന്മാര് നമ്മളെപ്പോലെയുള്ളവരാണല്ലോ. അവർ പറഞ്ഞു, കർത്താവേ, ഉറങ്ങുകയാണെങ്കിൽ അവൻ ചൊവ്വെ ഉറങ്ങിക്കോട്ടെ, ഉറങ്ങുകയാണെങ്കിൽ അവൻ സൗഖ്യം പ്രാപിക്കും. ക്ഷീണമൊക്കെ തീർന്ന് അവൻ തിരിഞ്ഞു കിടന്ന് ഒന്നുകൂടെ ഉറങ്ങി മിടുക്കനായിട്ട് എഴുന്നേൽക്കും. ഉറങ്ങുകയാണെങ്കിൽ എന്തിനാണ് ശല്യപ്പെടുത്തുന്നത്? അപ്പോൾ കർത്താവിന് മനസ്സിലായി, ശിഷ്യന്മാർക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. ആരാണ് പകലെന്നും ആരാണ് മണിക്കൂറെന്നും അതിന്റെ ശക്തി എന്താണെന്നും വിശ്വാസത്തിന്റെ ബലം എന്താണെന്നും ഒന്നും അവര് മനസ്സിലാക്കുന്നില്ല. അവർ സാധാരണഗതിയിൽ സാധാരണ മനുഷ്യരെ പോലെ കാര്യങ്ങൾ മനസ്സിലാകാതെ പ്രവർത്തിക്കുകയാണ്. ഈശോയുടെ പ്രതികരണങ്ങൾ ലാസർ മരിച്ചു എന്ന് ഉറപ്പിച്ച് അവരോട് പറയുകയാണ്, പഠിപ്പിക്കുകയാണ്. ഈശോ അവരെ ഒന്നുകൂടെ ആഴങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. ഉറങ്ങുകയാണെങ്കിൽ അവൻ ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞവരോട് ഈശോ പറഞ്ഞു, അല്ല, അവൻ മരിച്ചു, ഞാൻ അവന്റെ പക്കലേക്ക് പോയി അവരെ ശുശ്രൂഷിക്കുകയാണ്. അതിനു മുമ്പ് ഈ രോഗമാണെന്ന് കേട്ടപ്പോൾ, അല്ലെങ്കിൽ ഈ മരണത്തെക്കുറിച്ച് പിന്നീട് നമ്മൾ അധ്യായം വായിക്കുമ്പോൾ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്. അവൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ ഈശോ സന്തോഷിച്ചു. കാരണം ആ മരണം വലിയ ഒരു അവസരമാക്കിക്കൊണ്ട് തന്റെ തന്നെ മരണത്തെക്കുറിച്ച്, പുനരുത്ഥാനത്തെക്കുറിച്ചൊക്കെ പഠിപ്പിക്കാൻ പറ്റും. ആ അധ്യായം വായിച്ച് അവസാനം എത്തുമ്പോൾ നമ്മൾ കാണുന്നതാണല്ലോ, ഭർത്താവ് വലിയ പ്രഘോഷകയായിട്ട് വലിയ വിശ്വാസത്തിന്റെ ആഴമുള്ള വ്യക്തിയെ പോലെ രംഗത്ത് വരികയാണ്. അപ്പൊ നമ്മുടെ വിശ്വാസ പ്രഘോഷണത്തില്, വചന പ്രഘോഷണത്തില്, വിശ്വാസ വർഷത്തില് ആയിരിക്കുമ്പോൾ ആദിമസഭയുടെ പ്രസംഗങ്ങള് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഒരു പുസ്തകമാണ് യോഹന്നാന്റെ ഈ 11-ാം അധ്യായം. വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണും. നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവനെ ഉയർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മത്തായിയുടെ വിശ്വാസ പ്രഘോഷണം, അതിലേക്കെല്ലാം കർത്താവിന്റെ ശക്തമായ കരങ്ങൾ നമ്മെ നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് വേണ്ടത് കർത്താവിന്റെ സഹായമാണ്.
ലാസർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദ വൺ ഹു ഈസ് ഹെൽപ്ഡ്, ദൈവം സഹായിച്ച വ്യക്തി എന്നാണ്. ദൈവത്തിന്റെ സഹായം ഇല്ലായിരുന്നുവെങ്കിൽ അവന് ഉയർപ്പിക്കപ്പെടുകയില്ലായിരുന്നു. നമുക്കും അത്തരം ഉയർപ്പിക്കപ്പെടൽ വേണം. വിശ്വാസത്തിന്റെ മേഖലയിൽ നമ്മൾ മരിച്ചവരെ പോലെ, ജീവനില്ലാത്തവരെ പോലെ, ഉത്സാഹമില്ലാത്തവരെ പോലെ, മരിച്ച ബാലികയെ പോലെ, മരിച്ച ആ യുവാവിനെ പോലെ, അടക്കപ്പെട്ട ലാസറിനെ പോലെയൊക്കെ കഴിയുന്ന അവസരങ്ങൾ ഒത്തിരിയുണ്ട്. ഈ അധ്യായം ഈ പ്രഘോഷണ ദിവസങ്ങളിൽ ഞാൻ എടുത്തതിൻ്റെ കാരണവും അതാണ്. ആ വ്യക്തികളൊക്കെ ലാസർ ഉൾപ്പെടെയുള്ള അവരെക്കുറിച്ച് കർത്താവ് പറഞ്ഞ് പഠിപ്പിച്ച് നമുക്ക് തരുന്ന ആ പാഠം ഉണർവിൻ്റെ, പ്രകാശത്തിൻ്റെ, പുനരുത്ഥാനത്തിൻ്റെ, നിത്യജീവന്റെ സന്ദേശമാണ്. അത് നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഈ ദിവസം നമുക്ക് കർത്താവ് നൽകിയ ഏറ്റവും വലിയ ദാനമായിട്ട് നമുക്ക് കരുതാം. നിങ്ങൾ ഇന്നും നാളെയുമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം ലാസറിന്റെ മരണം എന്നുള്ള ആ അധ്യായം വീട്ടിൽ ഉറക്കെ വായിക്കണം. വീട്ടുകാരെല്ലാവരും അത് കേൾക്കണം. അതിൽ പറഞ്ഞിരിക്കുന്ന തിരുവചനങ്ങൾ ഓരോന്നിനെക്കുറിച്ചും, അതിൽ ഓരോ വാക്യത്തെക്കുറിച്ചും മണിക്കൂറുകൾ നമുക്ക് പ്രസംഗിക്കാവുന്നതാണ്. അത് വിശ്വാസത്തിന്റെ പ്രഘോഷണമാണ്. ആദിമസഭ ലോകാവസാനം വരെ നമ്മെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ആ വിശ്വാസ സമൂഹത്തിൽ നിന്ന് കർത്താവിന്റെ പാരമ്പര്യം ചേർത്ത് വെച്ച് സുവിശേഷകൻ എഴുതി നമുക്ക് തന്നിട്ടുള്ളതാണ്. ഈശോയുടെ ഹൃദയം വായിച്ചെടുത്ത യോഹന്നാൻ നമുക്ക് തരുന്ന ആ 7 അടയാളങ്ങളും, പ്രത്യേകിച്ച് അവസാനത്തെ അടയാളമായ ലാസറിന്റെ ഉയിർപ്പ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു മാർഗദീപമായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വളരെ നല്ല സജീവമായ സാന്നിധ്യം ഈ പ്രഘോഷണ സന്ധ്യയിൽ ഉണ്ട്. ദേവാലയം നിറഞ്ഞ് കവിഞ്ഞ് വിശ്വാസികളുണ്ട്. അതുതന്നെയാണ് പ്രഘോഷണം. ആ സാന്നിധ്യമാണ് ഉണർവ്. ഈ കൂടിവരവാണ് നമ്മുടെ ഉയിർപ്പ്. ഈ ശ്രവണമാണ് കർത്താവിന്റെ പ്രതിധ്വനി നമ്മുടെ മനസ്സുകളിൽ, ഹൃദയങ്ങളിൽ ഉണ്ടാക്കുന്നത് എന്ന് എല്ലാം തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പ്രിയപ്പെട്ട വികാരിച്ചിനെയും മറ്റ് വചന പ്രഘോഷകരെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർത്ത് നന്ദി പറയുന്നു. വിശുദ്ധ അൽഫോൻസാമയിലൂടെ കർത്താവിന്റെ കൃപ നമുക്കെല്ലാവർക്കും സമൃദ്ധമായി ലഭിക്കട്ടെ.